വള്ളംകളി മത്സരം സമാപിക്കുന്നത്. ഇപ്പോൾ 5:17 5:30 മുമ്പ് മത്സരങ്ങൾ അവസാനിപ്പിക്കും. കാരണം വീണ്ടും ലൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ മത്സരങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആരംഭിച്ചു കഴിഞ്ഞു. ശരണ്യ, അങ്ങനെ നടുഭാഗവും കാരിച്ചാലും ഈയപുരവും നീരണവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് പുന്നമട കായലിനെ ഇളക്കി മറിച്ചുകൊണ്ട് കോരി തെറിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരിച്ചാൽ, ഈയപുരം, നീരണം 4 ജലചക്രവർത്തിമാർ 5ാം സ്ഥാനം 5ാമതും കപ്പ് നേടുന്നതിന് വേണ്ടി കാരിച്ചാലിന്റെ തേരിലേറി പള്ളാത്തുരുത്തി ക്ലബ്ബ് ചിറകരിഞ്ഞ് കടന്നു വരുന്ന വളരെ മനോഹരമായ കാഴ്ച. 4.23.21 സെക്കൻഡ്, 4.14 സെക്കൻഡ്, 4.22 സെക്കൻഡ്, 4.23 സെക്കൻഡ്. ഈ നിലയിൽ പ്രാഥമിക മത്സരത്തിൽ ഫിനിഷ് ചെയ്ത 4 ജലചക്രവർത്തിമാർ അങ്ങനെ തേരിലേറി കടന്നു വരികയാണ്. നടുഭാഗം വിട്ടുകൊടുക്കുന്നില്ല. കാരിച്ചാൽ, ഈയപുരം, നീരണം, എന്തൊരു പോരാട്ടം, എന്തൊരു കരുത്ത്, എന്തൊരു വീര്, എന്തൊരു വാശി. ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച് കടന്നു വരുന്നു. റെക്കോർഡ് നേട്ടമാണ് ഇന്ന് പള്ളാത്തുരുത്തി. ആദ്യഘട്ടം മുതൽ തന്നെ മത്സരം നെഹ്റു ട്രോഫി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവസാന നാളുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം പ്രതീക്ഷ നൽകിയ ക്ലബ്ബ്, ഇവിടെ വന്ന ഓരോ കാണികളും പ്രതീക്ഷ പങ്കുവച്ച ക്ലബ്ബ് 4.14 സെക്കൻഡിൽ അവർ ആ ട്രാക്കിൽ ആ ഹീറ്റ്സിൽ അവർ ഫിനിഷ് ചെയ്തുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് അവർ കടന്നു വന്നു എന്നുള്ളതാണ്. ഈ ഫൈനലിൽ അവർ ആ മികച്ച സമയം കാത്തു സൂക്ഷിക്കുമോ? റെക്കോർഡ് സമയമെന്ന് തന്നെ നമുക്ക് കാരിച്ചാലിനെ പറയാം. ഓരോ ചന്ദ്രൻ നടുഭാഗം അടക്കമുള്ള വള്ളങ്ങൾ, ചരിത്ര പ്രാധാന്യമുള്ള വള്ളങ്ങൾ, നെഹ്റുവിന്റെ വെള്ളിക്കപ്പ് മുത്തമിട്ട വള്ളം, ആദ്യമായി നെഹ്റു ട്രോഫി മുത്തമിട്ട ക്ലബ്ബ് 1952 നെഹ്റു ട്രോഫി കയ്യിലേന്തിയ ക്ലബ്ബ്. അത്തരത്തിൽ നടുഭാഗം അടക്കമുള്ള വള്ളങ്ങൾ വളരെയധികം. ഈയപുരം 4.22 UBC കഴിഞ്ഞ പ്രാവശ്യം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിലൂടെ ഈയപുരം ചുണ്ടൻ നേടിയ ഫൈനൽ അതിത്തവണ ആവർത്തിക്കുമോ? ആ കപ്പ് പള്ളാത്തുരുത്തി കഴിഞ്ഞ തവണ തുടങ്ങിയത് ഈയപുരമാണ് കഴിഞ്ഞ തവണ നെഹ്റു ട്രോഫി നേടിയത്. എന്നാൽ ആ ഈയപുരം ഇപ്പോൾ UBC കൈനഗിരി തുടങ്ങിക്കൊണ്ട് ഈയപുരത്തിലേക്ക് വരുന്നു. കാരിച്ചാൽ ജലചക്രവർത്തി കാരിച്ചാൽ തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ കാരിച്ചാൽ, ജലചക്രവർത്തി കാരിച്ചാൽ ഏതാണ്ട് ഈ പുന്നമട കായലിൽ 14 പ്രാവശ്യം വിജയ തിരഥമേറിയ കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന്റെ ചിറകിലേറി 5ാമതും നെഹ്റു ട്രോഫി മുത്തമിടുന്ന നെഹ്റു ട്രോഫി മത്സരത്തിലെ അവിസ്മരണീയമായ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന കാരിച്ചാൽ ചിറകിലേറി കടന്നു വരികയാണ്. അതായത് പള്ളാത്തുരുത്തിയുടെ കൂടെ തേരോട്ടമാണ്. കാരിച്ചാലിന് ചരിത്രമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചരിത്രമുള്ള ക്ലബ്ബാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. തുടർച്ചയായ 4 വർഷം കുമരകം ബോട്ട് ക്ലബ്ബിനെ പിന്തള്ളിക്കൊണ്ട് 5ാം തവണയും അവർ കിരീടത്തിനരികിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് ഇതൊരു ചരിത്ര നിമിഷമാണ്. 5 തവണ തുടർച്ചയായ ഒരു ക്ലബ്ബ് നെഹ്റു ട്രോഫി നേടുന്നുണ്ടെങ്കിൽ അത് ഇതാദ്യമാണ്, അത് ചരിത്രമാണ്. 4 തവണയാണ് കുമരകം ബോട്ട് ക്ലബ്ബ് തുടർച്ചയായി നെഹ്റു ട്രോഫി നേടിയത്. അത് കഴിഞ്ഞ തവണ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 4 തവണ നേടിക്കൊണ്ട് അവർ ആ കുമരകം ബോട്ട് ക്ലബ്ബിനോടൊപ്പം എത്തിയെങ്കിൽ ഇത്തവണ ഈ ജയം പള്ളാത്തുരുത്തിയെ സംബന്ധിച്ച്, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിനെ സംബന്ധിച്ച് അത് ഒരു ചരിത്രം കുറിക്കൽ കൂടിയാണ്. 5ാമത്തെ നെഹ്റു ട്രോഫി നേടുന്ന, തുടർച്ചയായി 5ാമത്തെ നെഹ്റു ട്രോഫി നേടുന്ന ആദ്യത്തെ ക്ലബ്ബ് അതാ കടന്നു വരുന്നു. അങ്ങനെ കാരിച്ചാൽ പറന്നു വരികയാണ്. ഈയപുരം വിട്ടുകൊടുക്കുന്നില്ല, നീരണം വിട്ടുകൊടുക്കുന്നില്ല, നടുഭാഗം വിട്ടുകൊടുക്കുന്നില്ല. തുല്യതയാർന്ന പോരാട്ടം. ഒരല്പം മുന്നിൽ കാരിച്ചാലാണെന്ന് തോന്നുന്നു. ഇല്ല, കാരിച്ചാൽ, അതെ കാരിച്ചാൽ. ഈയപുരം വിട്ടുകൊടുക്കുന്നില്ല, നീരണം വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ 11 നമ്പർ വള്ളം അങ്ങനെ 1ാം ട്രാക്കിലൂടെ കാരിച്ചാൽ, അല്ല 11 കാരിച്ചാൽ, 24 നമ്പർ വള്ളം അങ്ങനെ മുന്നേറുകയാണ്. 2ാം ട്രാക്കിലൂടെ കാരിച്ചാൽ അങ്ങനെ കിടക്കുന്നു. അതെ കാരിച്ചാലും നടുഭാഗവും ഈയപുരം നീരണവും ഒപ്പത്തിനൊപ്പം വിധികർത്താക്കൾ വിനിയോഗിക്കട്ടെ. ഒരുപക്ഷേ
കാരിച്ചാൽ തന്നെ അഞ്ചാമത് നെഹ്റു ട്രോഫി കടന്നുപോയത് എന്ന് ജഡ്ജസ് ആണ് ഔദ്യോഗികമായി പറയേണ്ടത്. ജലോത്സവ ലോകം ഉറ്റുനോക്കിയ 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ അതിന്റെ മൂർച്ഛന്യാവസ്ഥയില് തുടക്കം മുതലേ ഒരുപോലെ കടന്നുപോയ 4 രജതരാജാക്കന്മാര് ഫിനിഷിങ്ങിനോടടുത്തപ്പം ഒന്നിലെ നടുഭാഗം അല്പം മുൻപിലേക്ക് കടക്കുന്നു. തൊട്ടു മുൻപില് ഇതാ PBC ലീഡെടുക്കുന്നു. തൊട്ടു മുൻപില് ഇതാ വീയപുരം കുതിക്കുന്നു. തൊട്ടു പിന്നെ മുന്നാലെ നിരണം കുതിക്കുന്നു. ജഡ്ജസ് ആണ് ഔദ്യോഗികമായി ആര് വിജയിച്ചത് എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ജലോത്സവ മനസ്സുകള് ഇന്ന് കൃതജ്ഞരാണ്. കാരണം ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈക്രോ സെക്കൻഡുകളിലാണ് 24ാമത് അല്ലെങ്കിൽ 2024 70ാമത് നെഹ്റു ട്രോഫി അവസാനിക്കുന്നത്. ഇവിടെ യാതൊരു സംശയങ്ങളുമില്ല. ഇത് കൃത്യമായ ഡിജിറ്റൽ സംവിധാനത്തിലാണ്, സ്റ്റാർട്ടിംഗ് സംവിധാനം. ചരിത്രം കുറിച്ചിരിക്കുന്നു. കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 5ാം തവണ നെഹ്റു ട്രോഫി നേടിക്കൊണ്ട് കാരിച്ചാൽ 1 വീയപുരം 2. വീണ്ടും സാധാരണ